إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്തായി കൊണ്ട് നമ്മെ അറിയിച്ചു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നേ ദിവസം അഥവാ ഒരു അറഫ ദിനത്തിലാണ് അള്ളാഹു ഈ ആയത്ത് അവതരിപ്പിച്ചത്. ഇന്നേ ദിവസം ഇതാ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ നാം പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ അനുഗ്രഹം നിങ്ങൾക്കിതാ ഞാൻ സമ്പൂർണമാക്കി തരികയും ചെയ്തിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഇസ്ലാമിനെ നിങ്ങൾക്കിതാ മതമായി ദീനായി നാം തൃപ്തിപ്പെട്ട് നൽകുകയും ചെയ്തിരിക്കുന്നു. സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ അവതരിപ്പിച്ച ഈ ആയത്തിനെ കുറിച്ച് യഹൂദർ വരെ പറഞ്ഞതായി നമുക്ക് കാണാം. ഈ ആയത്തെങ്ങാനും യഹൂദർക്കാണ് അവതരിപ്പിക്കപ്പെട്ടത് എങ്കിൽ അവർ ആഘോഷമാക്കി മാറ്റുമായിരുന്നു. കാരണം ഈ ആയത്തിലൂടെ അല്ലാഹു റബ്ബുൽ ആലമീൻ അറിയിച്ചത് വളരെ മഹത്തരമായ അല്ലാഹുവിൻ്റെ വലിയ നിഅമത്തിനെ കുറിച്ചാണ്. അഥവാ അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ദീൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹം സമ്പൂർണമാക്കി തന്നിരിക്കുന്നു. ഇസ്ലാമിനെ ദീനായിക്കൊണ്ട് നമുക്കോരോരുത്തർക്കും അള്ളാഹു തൃപ്തിപ്പെട്ട് നൽകുകയും ചെയ്തിരിക്കുന്നു. മഹാനായ അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, ഹാദിഹി അക്ബറു നിഅമില്ലാഹി അസ്സ വജൽ അലാ ഹാദിഹിൽ ഉമ്മ ഹൈഥു അക്മല തആല ലഹും ദീനഹും. അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞ ഈ മഹത്തായ കാര്യം അള്ളാഹുവിൻ്റെ വളരെ വലിയ അനുഗ്രഹമാണിത്. അഥവാ ഈ ഉമ്മത്തിൻ്റെ മേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹമായ നമുക്കോരോരുത്തർക്കും അല്ലാഹു റബ്ബുൽ ആലമീൻ ചെയ്ത വളരെ വലിയ നിഅമത്തിനെ കുറിച്ചാണ് അള്ളാഹു ഇവിടെ പറഞ്ഞത്. ഹൈഥു അക്മല തആല ലഹും ദീനഹും, അഥവാ നമ്മുടെ ഈ സമുദായത്തിന് നമുക്ക് അള്ളാഹു നമ്മുടെ ദീൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ ആയത്തിൽ വളരെ മഹത്തായ അടിസ്ഥാനമാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അഥവാ അല്ലാഹു പൂർത്തീകരിച്ച ഈ ദീനിൽ ഇനി നമുക്കൊന്നും കൂട്ടാനോ കുറക്കാനോ ഇല്ല. മറിച്ച് അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ശരീഅത്തിൽ ഒതുങ്ങി റബ്ബിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് പരലോകം അത് പ്രതീക്ഷിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കൽ ഒരു പ്രസംഗം നടത്തി. മഹാനായ സഹാബി ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊരു പ്രസംഗം നടത്തുകയുണ്ടായി. മൗഇലതൻ ബലീഗ. ആ പ്രസംഗത്തിന്റെ പ്രത്യേകത എന്താണ്? ഹൃദയസ്പർശിയായ പ്രസംഗമായിരുന്നു അത്. വജിലത് മിൻഹൽ ഖുലൂബ്. ആ പ്രസംഗം കേട്ടപ്പോൾ നമ്മുടെ ഹൃദയം കിടുകിടാ വിറച്ചുപോയി. വദറഫത് മിൻഹൽ ഉയൂൻ. നമ്മുടെ കണ്ണുകൾ ഈറനണിഞ്ഞു, അഥവാ നമ്മുടെ കണ്ണുകൾ നനഞ്ഞുപോയി, നാം കരഞ്ഞുപോയി. സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, കഅന്നഹാ മൗഇലതു മുവദ്ദിഇൻ ഫൗസിന. അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങയുടെ ഈ പ്രഭാഷണം, ഈ പ്രസംഗം കേൾക്കുമ്പോൾ വിടവാങ്ങൽ പ്രസംഗം പോലെയുണ്ടല്ലോ, നമ്മോട് വിട പറഞ്ഞു പോകുന്ന ഒരാൾ പ്രസംഗിക്കുന്നത് പോലെയുണ്ടല്ലോ അല്ലാഹുവിൻ്റെ റസൂലേ. അതുകൊണ്ട് ഫൗസിന, നമുക്ക് വസിയത്ത് നൽകിയാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് കൊടുക്കുകയാണ്, അലൈക്കും ബിതഖ്വല്ലാഹ്. ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ആദ്യകാലക്കാരോടും പിൽക്കാലക്കാരോടും അല്ലാഹു ഒരുപോലെ വസിയത്ത് ചെയ്ത കാര്യമാണ് തഖ്വ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെയും അത് ഉണർത്തുകയാണ്. വസ്സംഇ വത്താഅ, കേൾക്കുക, അനുസരിക്കുക. വഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ, അഥവാ നിങ്ങൾക്ക് മേൽ
അബ്സീനിയക്കാരനായ ഒരു അടിമയാണ് ഭരണാധികാരിയായി വരുന്നത് എങ്കിലും അയാളെ കേൾക്കുക, അനുസരിക്കുക, അയാൾക്കെതിരിൽ തിരിയാനോ ജനങ്ങളെ ഇളക്കിവിടാനോ പാടില്ല എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ വസിയ്യത്തും കൊടുത്തു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫഇന്നഹു മയ്യഅശ് മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറാ. എനിക്ക് ശേഷം നിങ്ങളിൽ ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ അവർക്ക് ധാരാളം അഭിപ്രായ ഭിന്നതകൾ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രോഗത്തെക്കുറിച്ച് അറിയിക്കുകയാണ്. അഥവാ ധാരാളക്കണക്കിന് അഭിപ്രായ ഭിന്നതകൾ എനിക്ക് ശേഷം ജീവിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കാണും. അന്നെന്താണ് ചെയ്യേണ്ടത്? അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അവസാനിക്കട്ടെ, എന്നിട്ട് ഞാൻ എൻ്റെ ദീനിലേക്ക് തിരിച്ചു വരാം എന്നാണോ? അതല്ല എല്ലാവിധ അജ്ഞതകളുടെയും പിന്നാലെ പോവുകയാണോ? അല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരുന്ന് പറയുകയാണ്, ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ എൻ്റെ സുന്നത്ത് മുറുകെ പിടിക്കണം. അതുപോലെ സച്ചരിതരും മാർഗദർശികളുമായ എൻ്റെ ഖുലഫാകളുടെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കണം. തമസ്സകൂ ബിഹാ, അത് നിങ്ങൾ മുറുകെ പിടിക്കണം. വെറുതെ പിടിച്ചാൽ പോരാ, മുറുകെ പിടിക്കണം. വഅള്ളു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ലുകൾ കൊണ്ട് അത് കടിച്ചു പിടിക്കുകയും വേണം. അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിച്ചാലുള്ള പ്രയോഗം നമുക്കെല്ലാവർക്കും അറിയാം, പെട്ടെന്ന് ഇളകി പോവുകയില്ല. മുൻപല്ല് കൊണ്ട് കടിച്ചു പിടിക്കുന്നത് പോലെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വസിയ്യത്ത് സഹോദരങ്ങളെ നാം സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വഇയ്യാകും വമുഹ്ദസാതിൽ ഉമൂർ, ദീനിൽ പുതുതായി ഉണ്ടാവുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾ ജാഗ്രത കൈക്കൊള്ളുക. ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല, കാരണം ദീനിൽ പുതുതായി കടത്തിക്കൂട്ടപ്പെടുന്ന എല്ലാ ബിദ്അത്തുകളും വഴികേടുകളാണ്. എല്ലാ ബിദ്അത്തുകളും വഴികേടുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. സഹോദരങ്ങളെ, ഈ പൂർത്തീകരിച്ച ദീനിൽ ഇനി ബിദ്അത്തുകൾ കടത്തിക്കൂട്ടാൻ നമുക്ക് പാടുള്ളതല്ല. മഹാനായ ഇമാമു ദാരിൽ ഹിജ്റ ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹ്, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ പ്രഗൽഭനായ ഇമാമാണ് അദ്ദേഹം പറഞ്ഞ മനോഹരമായ വാക്ക് നമുക്ക് കാണാം. മനിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹാ ഹസന ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. ആരാണോ ഇസ്ലാം ദീനിൽ പുതുതായി വല്ലതും കടത്തിക്കൂട്ടുന്നത് എന്നിട്ട് അതിനെ നല്ലതാണ് എന്ന അഭിപ്രായം പറയുകയും ചെയ്യുന്നത്, സഹോദരങ്ങളെ, ബിദ്അത്തിന്റെ അപകടമാണിത്. ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകൾ, ദീനിൽ പുതുതായി കടത്തിക്കൂട്ടുന്ന ആളുകൾ, അവരുടെ അഭിപ്രായം, അവരുടെ വാദം ഇതാണ്: നല്ലതല്ലേ, പുണ്യമല്ലേ, ദിക്റല്ലേ, സ്വലാത്തല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമല്ലേ, നിസ്കാരമല്ലേ, നോമ്പല്ലേ. അങ്ങനെ ആരെങ്കിലും ദീനിലില്ലാത്തത് പുതുതായി കടത്തിക്കൂട്ടിയാൽ എന്നിട്ട് അതിനെ നല്ലതാക്കി പറഞ്ഞാൽ എന്താ പ്രശ്നം? ആളുകൾ ചോദിക്കും, എന്താ പ്രശ്നം? അതാ ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം വിശദീകരിക്കുന്നു, ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. നഊദു ബില്ലാഹ്. സഹോദരങ്ങളെ, ഈ അർത്ഥം അടിവരയിട്ട് നമ്മുടെ നെഞ്ചകത്ത് കുത്തിവെക്കേണ്ടതാണ്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അവിടുത്തെ ഏൽപ്പിച്ച റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അത്തരക്കാർ വാദിക്കുന്നത്. എന്താ പ്രശ്നം? ചില്ലറ പ്രശ്നാണോ? അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അപവാദം പറയുകയാണ് ബിദ്അത്തിന്റെ ആളുകൾ ചെയ്യുന്നത്. സഹോദരങ്ങളെ, ഒന്നാലോചിച്ചു നോക്കൂ. ദീനിലില്ലാത്ത സ്വലാത്തുകളെ കുറിച്ച് എതിർക്കുമ്പോൾ നല്ലതല്ലേ എന്ന അഭിപ്രായം പറയുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത് ഇമാം മാലിക് റഹിമഹുല്ലയുടെ വാക്കാണ്. ഇതാ റബീഉൽ അവ്വൽ മാസം കടന്നു വന്നിരിക്കുന്നു. മുസ്ലിമീങ്ങളുടെ, നമ്മുടെ നബി സ്നേഹം അളക്കാൻ ആളുകൾ ഇനി വരും. കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ലാത്തവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമാകുമ്പോൾ ഇവർക്ക് വല്ലാത്ത വിറളിയാണ്, ഇവർക്ക് വല്ലാത്ത വെറുപ്പാണ്. അവിടുത്തോട് സ്നേഹമില്ലാത്തത് കൊണ്ട് മൗലിദ് ആഘോഷിക്കുന്നില്ല എന്ന് പറയുന്ന ആളുകളോട് വിനീതപൂർവം, വളരെ വ്യസനത്തോടെ പറയട്ടെ, നിങ്ങൾ ഈ പറയുന്ന അവകാശവാദമുണ്ടല്ലോ, അഷ്റഫുൽ ഖൽഖിനെതിരെയാണ് ഈ പറയുന്നത്.
അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കൽ പോലും മൗലിദാഘോഷം കൊണ്ടാടിയിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ, ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല എന്ന ഇമാം മാലിക് റഹിമഹുള്ളയുടെ വാക്കുകൾ നെഞ്ചകത്ത് കുത്തിവെച്ചോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഞ്ചന കാണിച്ചു എന്നാണ് അത്തരക്കാർ പറയുന്നത്. എന്നിട്ട് അവിടുന്ന് ആയത്തോതി അന്നല്ലാഹ യഖൂൽ, കാരണം അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അല്ലാഹു ആയത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്, ഇന്നേ ദിവസം നിങ്ങളുടെ ദീനിത നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് നാം സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു, ഇസ്ലാമിനെ മതമായി നിങ്ങൾക്ക് നാം തൃപ്തിപ്പെട്ട് നൽകുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട് സഹോദരങ്ങളെ, ഫമാലം യകുൻ യൗമഇദിൻ ദീനൻ ഫലാ യകൂനുൽ യൗമ ദീനാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, നമ്മുടെ ജീവന്റെ ജീവനേക്കാൾ നാം സ്നേഹിക്കുന്ന, പിൻപറ്റുന്ന, അനുസരിക്കുന്ന നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുമ്പോൾ എന്തൊന്ന് ഇസ്ലാമിൽ ദീനായിട്ടുണ്ടോ അതിന്നും ദീനാണ്. അന്ന് ദീനല്ലാത്തതൊന്നും ഇന്ന് ദീനല്ല. അന്ന് ദീനായി പഠിപ്പിക്കപ്പെടാത്തതൊന്നും ഇന്നും ദീനായി പഠിപ്പിക്കപ്പെടാൻ പാടുള്ളതല്ല. മഹാനായ ഇമാമു ദാരിൽ ഹിജ്റ ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ വാക്കാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഓരോ ഖുതുബയിലും ഈ ഉമ്മത്തിനെ താക്കീത് ചെയ്യാറുണ്ട്. എല്ലാ ഖതീബും മിമ്പറിൽ വെച്ച് ഈ വാചകം പറയാറുണ്ട്. ഇന്നും ഈ ഖുതുബയുടെ തുടക്കത്തിലും നിങ്ങൾ ശ്രവിച്ചു കഴിഞ്ഞു. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹുദാ ഹുദാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല ബിദ്അത്തിൻ ദലാലഹ്. എന്താണ് ആ വാചകം? സംസാരങ്ങളിൽ, വാക്കുകളിൽ ഏറ്റവും മുന്തിയത്, ഉത്തമമായത് അള്ളാഹുവിന്റെ കലാമാണ്, സംസാരമാണ്. ചര്യകളിൽ, മാർഗങ്ങളിൽ ഏറ്റവും ഉത്തമമായത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്, മാർഗമാണ്. കാര്യങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടത് ദീനിൽ കടത്തിക്കൂട്ടപ്പെട്ട ബിദ്അത്തുകളാണ്. എല്ലാ ബിദ്അത്തുകളും വഴികേടാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖുതുബയിൽ പറയാറുണ്ടായിരുന്ന വാചകങ്ങളാണ് സഹോദരങ്ങളെ. ഇതിന്റെ വ്യത്യസ്ത റിവായത്തുകളിൽ നമ്മൾ ഓരോരുത്തരും ഖുതുബകളിൽ ശ്രവിക്കാറുണ്ട്. ഇനി സഹോദരങ്ങളെ, എന്താണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? എന്താണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? പല ആളുകളും തെറ്റിദ്ധരിപ്പിക്കും. ബിദ്അത്തിനെ കുറിച്ച് പറയുമ്പോൾ അവർ പറയും, അങ്ങനെയാണെങ്കിൽ ബിൽഡിംഗ് ഉണ്ടാക്കാൻ പാടുണ്ടോ? വാഹനത്തിൽ സഞ്ചരിക്കാൻ പാടുണ്ടോ? മദ്രസകൾ കെട്ടിപ്പടുക്കാൻ പാടുണ്ടോ? സിലബസ് രൂപീകരിക്കാൻ പാടുണ്ടോ? എന്നാൽ സഹോദരങ്ങളെ, എന്താണ് ബിദ്അത്ത്? ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഇമാം ശാതിബി റഹിമഹുല്ലാ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, ത്വരീഖത്തിൻ ഫിദ്ദീനി മുഖ്തറഅ തുലാഹി അശ്ശറഇയ്യ യുഖ്സദു ബിസ്സുലൂകി അലൈഹൽ മുബാലഗതു ഫിത്തഅബ്ബുദി ലില്ലാഹി സുബ്ഹാനഹു. അൽ-ഇഅ്തിസാം എന്ന അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞതാണ്, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ദീനിൽ പുതുതായി കടത്തിക്കൂട്ടപ്പെടുന്ന കാര്യങ്ങൾക്കാണ് ബിദ്അത്ത് എന്ന് പറയുക. അപ്പൊ ഇന്നെന്ത് മനസ്സിലായി? ദീനിൽ കടത്തിക്കൂട്ടപ്പെടുന്ന കാര്യങ്ങൾക്കാണ് ബിദ്അത്ത്. ബിൽഡിംഗ് ഉണ്ടാക്കുക, മദ്രസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ദീനിൽ കടത്തിക്കൂട്ടപ്പെടുന്ന കാര്യമല്ല അത്, മറിച്ച് ഭൗതികമായ കാര്യങ്ങളാണ്. അത് കാലഘട്ടത്തിനനുസരിച്ച് അതിന്റെ വ്യത്യസ്ത രൂപങ്ങളിൽ ആളുകൾ പലതും ചെയ്യാറുണ്ട്. അതുകൊണ്ട് അത് ബിദ്അത്തല്ല എന്ന് ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാകും. ദീനിൽ പുതുതായി കടത്തിക്കൂട്ടപ്പെടുന്ന കാര്യങ്ങൾക്കാണ് ബിദ്അത്ത് എന്ന് പറയുക. എന്താണ് അതിന്റെ പ്രത്യേകത? തുലാഹി അശ്ശറഇയ്യ, ദീനിലെ ശറഇലെ ഇബാദത്തുകളോട് അതിന് സാദൃശ്യമുണ്ടാകും. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ മദ്യപാനമോ അതല്ലെങ്കിൽ മോഷണമോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ല, മറിച്ച് ദീനിലെ ഇബാദത്തുകളോട് അതിന് സാദൃശ്യമുണ്ടാകും. നിസ്കാരം, നോമ്പ്, സ്വലാത്ത്, ദിക്ർ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പൊതുവെ ബിദ്അത്തായി വരാറുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം. എന്താണ് അങ്ങനെ ബിദ്അത്തുകൾ ഉണ്ടാക്കുന്ന ആളുകൾ ലക്ഷ്യം വെക്കുന്നത്? യുഖ്സദു ബിസ്സുലൂകി അലൈഹ അൽ മുബാലഗതു ഫിത്തഅബ്ബുദി ലില്ലാഹി സുബ്ഹാനഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഇബാദത്താണ്. അതുകൊണ്ട്
അവർ ഉദ്ദേശിക്കുന്നത്. അഥവാ കൂലി കിട്ടണം, പുണ്യം കിട്ടണം എന്നാണ് ഇത്തരം ആളുകൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ബിദ്അത്ത് അപകടമാണ് എന്ന് പറയാൻ കാരണം ദീനിൽ അത് പുതുതായി കടത്തിക്കൂട്ടലാണ്. ദീനിൽ കടത്തിക്കൂട്ടിയാൽ ഇമാം മാലിക് റഹിമഹുള്ളയുടെ വാക്കുകളാണ് നമ്മുടെ കാതുകളിലേക്ക് വരേണ്ടത്. അപ്പോ സഹോദരങ്ങളെ, ഇതാണ് ബിദ്അത്ത്. ഇത്തരത്തിലുള്ള ബിദ്അത്തുകൾ നമ്മൾ കരുതിയിരിക്കണം. കാരണം ബിദ്അത്ത് ഉണ്ടാക്കുന്നവനെയും അവന്റെ പ്രവർത്തനങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹ്ദഥ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ആരാണോ നമ്മുടെ ദീനിലില്ലാത്ത വല്ല കാര്യവും പുതുതായി കടത്തിക്കൂട്ടുന്നത് അത് തള്ളപ്പെടേണ്ടതാണ്. അഥവാ അവനെയും തള്ളപ്പെടണം, അവന്റെ പ്രവർത്തനങ്ങളെയും തള്ളപ്പെടണം. ബിദ്അത്ത് പുതുതായി ഉണ്ടാക്കാൻ പാടില്ല. ഇനി ആരെങ്കിലും ഉണ്ടാക്കി വെച്ചതാണ് നമുക്ക് ചെയ്യാൻ പറ്റോ? ഇല്ല. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ ദീനിലില്ലാത്ത പുതുതായി ദീനിൽ കടത്തിക്കൂട്ടപ്പെട്ട വല്ലതും ആരെങ്കിലും പ്രവർത്തിച്ചാൽ ഫഹുവ റദ്ദ്, അത് തള്ളപ്പെടേണ്ടതാണ്. സഹോദരങ്ങളെ, ഗൗരവമാണ് ബിദ്അത്തിന്റെ കാര്യം. മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഉസൂലു സുന്നത്തി ഇൻദനാ, ഈ ദീനിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കൽ, അഥവാ ഇമാമിങ്ങൾ പറയുകയാണ്, ദീനിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അത്തമസ്സുകു ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഇഖ്തിദാഉ ബിഹിം വതർകുൽ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ഫഹിയ ളലാല. ദീനിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ ചര്യ അത് മുറുകെ പിടിക്കലാണ്. വൽ ഇഖ്തിദാഉ ബിഹിം, അവരെ പിൻപറ്റലാണ്, അവരെ അനുസരിക്കലാണ്. വതർകുൽ ബിദ്അ, ബിദ്അത്ത് ഉപേക്ഷിക്കലുമാണ്. ദീനിന്റെ അടിസ്ഥാനം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് വരച്ചു കാണിച്ചത് മുറുകെ പിടിക്കുകയും അതനുസരിച്ചുകൊണ്ട് അതിൽ മുന്നോട്ട് പോവുകയുമാണ് വേണ്ടത്. ബിദ്അത്തുകൾ ഒഴിവാക്കണം. കാരണം വകുല്ലു ബിദ്അത്തിൻ ഫഹിയ ളലാല, എല്ലാ ബിദ്അത്തുകളും വഴികേടാകുന്നു. പല ആളുകളും പറയാറുണ്ട് എല്ലാ ബിദ്അത്തും ളലാലത്താണ്, വഴികേടാണ് എന്നത് വഹാബികൾ ഉണ്ടാക്കിയതാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്ന വാക്കാണ്. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതിന്റെ ചുരുക്കമാണ്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ വാക്കാണിത്. ഇനിയോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയാണ്. അദ്ദേഹം പറഞ്ഞു, ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റുക, നിങ്ങൾ പിന്തുടരുക. വലാ തബ്തദിഉ, നിങ്ങൾ ദീനിൽ പുതുതായി ഉണ്ടാക്കരുത്. ഫഖദ് കുഫീതും, നിങ്ങൾക്ക് മതിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇബാദത്ത് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ മതിയായവരാണ്. അതുകൊണ്ട് നിങ്ങൾ പിൻപറ്റിയാൽ മതി, പുതുതായി ഉണ്ടാക്കരുത്. വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും വഴികേടാകുന്നു. ഇത് നമ്മൾ ഉണ്ടാക്കിയതല്ല, ഇത് നമ്മൾ ആരെങ്കിലും കണ്ടുപിടിച്ചതല്ല. മറിച്ച് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സഹാബത്തും പഠിപ്പിച്ച അടിസ്ഥാനമാണിത്. അതുകൊണ്ട് നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഷഹാദത്ത് ശരിയാവണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം റബ്ബിനെ ഇബാദത്ത് ചെയ്യേണ്ടത്. ദീനിൽ പുതുതായി കടത്തിക്കൂട്ടപ്പെട്ട ഒന്നും നമുക്ക് ചെയ്യാൻ പാടുള്ളതല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പ്രവർത്തനങ്ങൾ മുഴുവനും അല്ലാഹുവിനായിരിക്കണം, ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. ശിർക്കിന്റെ ലാഞ്ചന പോലും ജീവിതത്തിൽ വരാൻ പാടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ മാത്രമേ റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ മാത്രമേ നമ്മൾ ജീവിക്കാൻ പാടുള്ളൂ. നമ്മൾ ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും നമുക്ക് മാതൃക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. നാം നഖം വെട്ടുന്നത്, നാം ടോയ്ലറ്റിൽ കാലെടുത്ത് വെക്കുന്നത് വരെ നിസാരമായ കാര്യങ്ങളാണ്. അതുവരെ നമ്മുടെ ഇഷ്ടപ്രകാരമല്ല, മറിച്ച് നാം നമ്മുടെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനനുസരിച്ചാണ്.
അവിടുത്തെ സുന്നത്ത് പാലിച്ചുകൊണ്ടാണ്. ജീവിതത്തിലുടനീളം അവിടുത്തെ സുന്നത്ത് പാലിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. അങ്ങനെ ജീവിച്ചാൽ മാത്രമേ സിറാത്തുൽ മുസ്തഖീമിൽ നാം ഉൾപ്പെടുകയുള്ളൂ. അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടിയവരുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നാം ജീവിക്കണം. നമ്മുടെ വിശ്വാസം, നമ്മുടെ കർമ്മം, നമ്മുടെ ആചാരം, നമ്മുടെ അനുഷ്ഠാനം, നമ്മുടെ മുഖം, നമ്മുടെ ശരീരം, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ സംസാരം, നമ്മുടെ വസ്ത്രം, നമ്മുടെ വേഷം, എല്ലാം സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം. ഇതാണ് സ്നേഹം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം. അതല്ലാതെ റബീഉൽ അവ്വൽ മാസത്തിൽ മാത്രം കാണിക്കുന്നത് സ്നേഹമല്ല, മറിച്ച് അവിടുന്ന് പഠിപ്പിക്കാത്ത ആചാരമാണ് റോഡിൽ കിടന്ന് തുള്ളുന്നതും അവിടുന്ന് ഇസ്ലാമിൽ വിലക്കപ്പെട്ട സംഗീതത്തിന്റെ ഈരടികളോടെയുള്ള റോഡ് ബ്ലോക്ക് ചെയ്യലുകളും യാത്രകളും റാലികളും. ഇതെല്ലാം സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമാണ് എന്ന് പറയുമ്പോൾ ഇമാം മാലിക് റഹിമഹുള്ളയുടെ വാക്കാണ് അത്തരം ആളുകളുടെ മുന്നിൽ നമുക്ക് വെക്കാനുള്ളത്. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കാത്ത ഒരു ആചാരമോ അനുഷ്ഠാനമോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല. റബീഉൽ അവ്വലിൽ കാണപ്പെടുന്ന മൗലിദും അതിനോടനുബന്ധിച്ച് നടക്കുന്ന ആചാരങ്ങളും അതിനോട് നാം വിമുഖത കാണിക്കുന്നത്, അതിൽ സഹകരിക്കാത്തത്, അത് ചെയ്യാത്തത് ഒരിക്കലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അവിടുന്ന് പഠിപ്പിക്കാത്ത ഒരു പ്രവർത്തനം, ഒരു ഇബാദത്ത് നമുക്ക് ചെയ്യാൻ പാടില്ല എന്നതുകൊണ്ട് മാത്രമാണ്. നമ്മുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങാനും അവിടുത്തെ ജന്മദിനം പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, വല്ലാഹി വതല്ലാഹ്, അല്ലാഹുവാണ് സത്യം, നമ്മളതിൽ മുൻപന്തിയിലുണ്ടായിരിക്കും. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ വിശ്വാസം ഉൾക്കൊള്ളാൻ നമുക്ക് മറ്റൊന്നും തടസ്സമായിട്ടില്ല. അവിടുന്ന് പഠിപ്പിച്ച ആചാരമോ അനുഷ്ഠാനമോ, നമ്മുടെ വസ്ത്രധാരണമോ, നമ്മുടെ മുഖത്ത് ഈ വളർന്നിരിക്കുന്ന താടിയോ, ഇതെല്ലാം നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം കൊണ്ട് അവിടുന്ന് പിൻപറ്റിയതിന്റെ അടയാളങ്ങളാണ്. അതുകൊണ്ട് ഒരു മുസ്ലിമിന് ഇത്തരം ബിദ്അത്തുകളിൽ പങ്കുചേരാൻ പാടുള്ളതല്ല, മറിച്ച് സുന്നത്തിൽ അവൻ ഒതുങ്ങി നിൽക്കണം. സഹോദരങ്ങളെ, മൗലിദ് ബിദ്അത്താണ് എന്ന് ധാരാളക്കണക്കിന് പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാം. ഇമാം അബൂ ഹഫ്സ് താജുദ്ദീൻ അൽ ഫാക്കിഹാനി റഹിമഹുല്ല, അദ്ദേഹത്തോടൊരു ചോദ്യമുണ്ട്. ഈ പറഞ്ഞ മൗലിദിന്റെ ഹുക്ം എന്താണ്, വിധി എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഫഖുൽതു വബില്ലാഹി തൗഫീഖ്, അല്ലാഹുവിന്റെ തൗഫീഖിനാൽ ഞാൻ പറയട്ടെ, ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലൻ ഫീ കിതാബിൻ വലാ സുന്നഹ്, ഖുർആനിലോ സുന്നത്തിലോ ഈ മൗലിദിന് യാതൊരു അടിസ്ഥാനവുമില്ല. വലാ യുൻഖലു അമലുഹു അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മ അല്ലദീന ഹുമുൽ ഖുദ്വതു ഫിദ്ദീനി അൽ മുതമസ്സികൂന ബിആഥാരിൽ മുതഖദ്ദിമീൻ. നമുക്ക് മാതൃകായോഗ്യരായ മുൻഗാമികളുടെ ആധാറുകൾ, ചര്യകൾ മുറുകെ പിടിക്കുന്ന ഈ ഉമ്മത്തിലെ ഒരൊറ്റ ഉലമായിൽ നിന്നും ഉദ്ധരിക്കപ്പെടാത്ത കാര്യമാണത്. ബൽ മറിച്ച് ഹുവ ബിദ്അത്തുൻ, അത് ബിദ്അത്താകുന്നു. അഹ്ദസഹൽ ബത്താലൂൻ വശഹ്വതു നഫ്സിൻ, ആരാണ് ഈ മൗലിദ് ഉണ്ടാക്കിയത്? ബാത്തിലിന്റെ ആളുകളാണ്, അതുപോലെ ദേഹേച്ഛക്കാരുമാണ്. യഅ്തനാ ബിഹാ അൽ അക്കാലൂൻ, അതിനുശേഷം തീറ്റക്കൊതിയന്മാർ പിന്നെ അത് എടുത്ത് ആഘോഷമാക്കി അതങ്ങനെ ചര്യയാക്കി കൊണ്ട് നടക്കുകയും ചെയ്തു. ഇനി സഹോദരങ്ങളെ, ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ അൽ ഹാവി ലിൽ ഫതാവ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതായി കാണാം, ഇൻദി അന്ന അസ്ല അമലിൽ മൗലിദി, അതായത് അദ്ദേഹത്തിന്റെ അടുക്കൽ മൗലിദ് എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതലും ഹദീസ് വായിക്കലും ചില ചരിത്രങ്ങൾ പറയലും എന്നിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് പിരിയലുമാണ്.
എന്നിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത് ഹുവ മിനൽ ബിദ്അൽ ഹസന, നല്ല ബിദ്അത്താണ് എന്നാണ്. നല്ല ബിദ്അത്ത് എന്ന ഒരു സമ്പ്രദായം തന്നെ ദീനിലില്ല. മറിച്ച് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ദീനിൽ കടത്തിക്കൂട്ടപ്പെട്ടത് എന്നാണ്. ദീനിൽ കടത്തിക്കൂട്ടപ്പെട്ട ഒരു കാര്യം എങ്ങനെ നല്ലതാകും? പണ്ഡിതന്മാർ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇനി ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹത്തെ കുറിച്ച് സുയൂത്തി തന്നെ പറഞ്ഞതായി നമുക്ക് കാണാം. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു മൗലിദിനെ കുറിച്ച്. അദ്ദേഹം പറഞ്ഞു, അസ്ലു അമലിൽ മൗലിദി ബിദ്അത്തുൻ, മൗലിദിന്റെ അടിസ്ഥാനം ബിദ്അത്താകുന്നു, പുത്തനാചാരമാകുന്നു. ലം തുൻഖൽ അൻ അഹദിൻ മിനസ് സലഫി സാലിഹി മിനൽ ഖുറൂനി സലാസ, 3 നൂറ്റാണ്ടിൽ ജീവിച്ച ഒരൊറ്റ മുൻഗാമികളിൽ നിന്നും സലഫു സാലിഹുകളിൽ നിന്നും ഇതുദ്ധരിക്കപ്പെട്ടിട്ടില്ല. എന്നിട്ട് പിന്നെ അതിന്റെ മറ്റൊരു വശം അദ്ദേഹം പറയുകയാണ്, സഹോദരങ്ങളെ, ഹിജ്റ 300 വരെയുള്ള ഒരൊറ്റ നമ്മുടെ നല്ലവരായ മുൻഗാമികളും ഇത് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളും ചെയ്യുകയില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നമുക്കും പാടില്ല എന്ന് പറഞ്ഞത്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല. ഒരുപാട് പണ്ഡിതന്മാർ ഈ മൗലിദിന്റെ അടിസ്ഥാനം ബിദ്അത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം ബിദ്അത്തായ ആഘോഷം നമുക്ക് വേണ്ടതില്ല. എന്തിനേറെ നമ്മുടെ നാട്ടിൽ തന്നെ, കേരളത്തിൽ തന്നെ പാടിപ്പറയാറുള്ള വരിയുണ്ട്, മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. ഹിജ്റ 300 ശേഷം വന്നതാണ് മൗലിദ് കഴിക്കൽ. അത് മുമ്പ് പതിവില്ലാത്തതാണ്. ആർക്ക് പതിവില്ലാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ സഹാബത്തിനോ താബിഈങ്ങൾക്കോ തബഉ താബിഈങ്ങൾക്കോ മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കോ അഹ്ലുസുന്നത്തിന്റെ ഒരൊറ്റ ഇമാമിനും പരിചയമില്ലാത്തതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ബിദ്അത്തായ ഈ ആചാരം, അതിൽ നിന്നും നമ്മൾ മാറി നിൽക്കേണ്ടതാണ്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ നാം മുറുകെ പിടിക്കുക. ഉബൈദികൾ, ഫാത്തിമികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളായ ഷിയഈ റാഫിദുകളാണ് ഇതുണ്ടാക്കിയത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജനിച്ചത് റബീഉൽ അവ്വൽ 12 എന്ന് ഗണ്ഡിതമായി ഒരു ചരിത്ര രേഖകളിലും കാണാവതല്ല. മാത്രമല്ല ഇസ്ലാമിൽ 2 ആഘോഷം മാത്രമേ ഉള്ളൂ, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. മൂന്നാമതൊരു ആഘോഷം അത് കൊണ്ടുവരാൻ നമുക്ക് പാടുള്ളതല്ല. മൗലിദാഘോഷമാണ്. അതിന് ആശംസകൾ അർപ്പിച്ച എത്രയോ ഫ്ലക്സുകൾ, ബോർഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നാം ഓരോരുത്തരും ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചത്. അള്ളാഹുവിന്റെ ദീനിൽ പുതുതായി കടത്തിക്കൂട്ടുന്നതിനെ നാം ഓരോരുത്തരും ഗൗരവത്തിൽ ഭയപ്പെടണം. അതിന്റെ ആളുകളായി പോകുന്നതിനെ നാം അങ്ങേയറ്റം ഭയപ്പെടണം. കാരണം ബിദ്അത്തുകാർക്കുള്ള അപകടം ദുനിയാവിലും ആഖിറത്തിലും വളരെ പരിതാപകരമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ മരണം വരെ സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മരണം വരെ തൗഹീദിലും സുന്നത്തിലുമായി കൊണ്ട് ജീവിക്കാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ശിർക്ക് ബിദ്അത്തുകളിൽ നിന്നും അല്ലാഹു നമ്മെയും മുസ്ലിം ഉമ്മത്തിനെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മഗ്ഫിർ ലനാ വർഹംനാ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نعوذ بك من الفتن ما ظهر منها وما بطن. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين.